ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നമുക്ക് 1 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഒരു ചാലഞ്ചാണ്. ഒരു ചാലഞ്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, അവരത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു, നമ്മളത് റിവ്യൂ ചെയ്യുന്നു, റിവ്യൂ ചെയ്തിട്ട് ആണ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം സിമിലർ ഡിഫറെൻറ്റ് കമ്പനീസിൽ അത് ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ചെയ്യാറ്. ചിലപ്പം ഡയറക്റ്റ്ലി അവർ ഓഫീസിൽ വന്നിട്ട് ഓൺ ദി സ്പോട്ട് കൊടുക്കുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ലൈക്ക് ഓൺലൈൻ തന്നെ അപ്പം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പനീസിന് അവരുടെ ഓൺ ഇന്റർവ്യൂ പ്രോസസ്സസ് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമസ്കാരം, എൻ്റെ പേര് ഋഷികേഷ്. ഞാൻ എൻട്രിയിലെ എഞ്ചിനീയറിംഗ് ടീം ലീഡ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ലിസയാണ്. ലിസ എൻട്രിയിലെ തന്നെ HR ടീമിൻ്റെ ഹെഡാണ്. നമ്മളിന്ന് ജനറലി എഞ്ചിനീയറിംഗ് ടീമിലെ ഡിഫറെൻറ്റ് റോൾസിലേക്കൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കാഷ്വൽ കോൺവെർസേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലിസ, വെൽക്കം. താങ്ക് യു ഋഷി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 5-6 വർഷമായി എഞ്ചിനീയറിംഗ് ടീമിലേക്ക് ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രോസസ്സുകൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഐറ്ററേറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്തൊക്കെയാണ് ജനറലി ശ്രദ്ധിക്കാറ്, എങ്ങനെയാണ് നമ്മൾ ഹയറിംഗ് പ്രോസസ്സ് എന്നൊക്കെ സംസാരിക്കുന്നത് ഇപ്പം പുതിയതായിട്ട് എഞ്ചിനീയറിംഗ് റോൾസിലേക്കൊക്കെ ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും തോന്നും. അപ്പം ജനറലി ഇപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പം എഞ്ചിനീയറിംഗ് ടീമിൽ ജനറലി നമുക്ക് 2-3 സിറ്റുവേഷൻസിൽ ആണ് നമ്മൾ ഹയറിങ് കൺസിഡർ ചെയ്യാറുള്ളത്. അതായത് ചിലപ്പം നമ്മളെ ടീം എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം പുതിയ ആൾക്കാരെ എടുത്തിട്ട് അടുത്തൊരു വർഷത്തിൽ നമ്മൾ ഇന്ന രീതിയിലേക്ക് ഗ്രോ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിനെ ബേസ് ചെയ്തതിൽ നമുക്ക് കൂടുതൽ ആളുകൾ ടീമിലേക്ക് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പുതിയ ഹയറിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ജൂനിയർ റോൾസിലേക്കൊക്കെ കൂടുതൽ കൺസിഡർ ചെയ്യാറുണ്ട്. മറ്റ് ചിലപ്പോൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ആക്ച്വലി അവർ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ ജോബ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വേക്കൻസി വരും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പോൾ ആ വേക്കൻസീനെ ബേസ് ചെയ്തിട്ട് മേ ബി അതൊരു സീനിയർ റോളാണെങ്കിൽ സീനിയർ റോള്, മിഡ് ലെവൽ റോളാണെങ്കിൽ മിഡ് ലെവൽ റോള് എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വരുമായിരിക്കും. പിന്നെ ചിലപ്പം ഇങ്ങനെ ടീം ഗ്രോ ചെയ്യുന്ന സമയത്ത് ടീമിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ നമ്മൾ ഹൈറാർക്കിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ റോളിലേക്ക് സ്പെസിഫിക്കലി ഹയർ ചെയ്യും. അപ്പം ഇതിന് ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, നമുക്കിവിടെ ഹയർ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ബേസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കും. ഇന്ന റിക്വയർമെൻറ്റ്സ് ആണ് നമുക്കുള്ളത്, ഇന്ന സ്കില്ലുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കയ്യിലേക്ക് തരുവാണ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാറ് നിങ്ങളുടെ സൈഡിൽ? ഓക്കെ, നമുക്കൊരു JD കിട്ടിക്കഴിയുമ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഏത് ഫ്രെയിം വർക്കിൽ നിന്നാണ് ആ ഒരു റിക്വയർമെൻ്റ് ഉള്ളത്. ഇപ്പം ബാക്ക് എൻഡ് ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന പൈത്തൺ ജാങ്കോ ആണ്, ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ റിയാക്ട് JS. അപ്പം ഏത് ഫ്രെയിം വർക്ക് ആണെന്ന് നോക്കും. ആ ഫ്രെയിം വർക്ക് പിന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഒരു ജൂനിയർ പ്രൊഫൈലാണ് നോക്കണമെങ്കിൽ, ഫ്രഷേഴ്സിനാണ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ജൂനിയർ പ്രൊഫൈൽസ് നോക്കും. അല്ലെങ്കിൽ ഇപ്പം കോഡിങ് കോഴ്സസ് ചെയ്തേക്കുന്ന BTech കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിന് ഈ ഒരു JD വെച്ചിട്ട് നമ്മൾ പല ജോബ് പോർട്ടൽസിലും റിക്വയർമെൻറ്റ്സ് ഇടും. ലിങ്ക്ഡിൻ വഴി സോഴ്സ് ചെയ്യും, പിന്നെ റെഫറൽസ് വഴി നമ്മൾ സോഴ്സ് ചെയ്യും. ഇപ്പം പ്രൊഫൈൽസ് കിട്ടിക്കഴിയുമ്പം ആദ്യം തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുക ഇവരുടെ റെസ്യൂമെയാണ്. ഇപ്പം റെസ്യൂമെയിൽ എത്രത്തോളം നമ്മൾ ഹയർ ചെയ്യുന്ന റിക്വയർമെൻറ്റിന് അവർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നോളജ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതെ. ഇപ്പം ഒരു ജൂനിയർ പ്രൊഫൈൽ ആകുമ്പം ഒബ്വിയസ്ലി നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒന്നും നോക്കാറില്ല, പക്ഷെ അവർക്ക് എത്രത്തോളം നോളജ് ഉണ്ട്. ഇപ്പം പ്രൊജക്റ്റ് നമ്മളെല്ലാവരും കോളേജിൽ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് അവർക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, അവർക്ക് എത്രത്തോളം നോളജും ഗ്രോ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാറ്. സീനിയർ റോൾസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ ഒരു സീനിയർ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പം എക്സ്പീരിയൻസ് തന്നെയാണെങ്കിൽ അവർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഏതൊക്കെ ടൂൾസ് അവർ ഇതിണ്ട്, അവർ സ്വന്തമായിട്ട് എത്രത്തോളം ഗ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി നോക്കാറ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഞങ്ങളുടെ സൈഡിലും. അതായത് ഇപ്പം നിങ്ങൾ കുറേ റെസ്യൂമേ സോഴ്സ് ചെയ്തിട്ട് റെഫറൽ ത്രൂ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് ത്രൂ ഒക്കെ ആണെങ്കിലോ എടുത്തിട്ട് സ്ക്രീനിങ്, നിങ്ങളുടെ ലെവൽ ഓഫ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ടീമിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി, അതായത് ഇവരുടെ
അവരുടെ ഗിറ്റബ് പ്രൊഫൈൽ എടുത്ത് നോക്കും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവർ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്. അതിനകത്ത് ഈ പറഞ്ഞ ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ കമ്പനികളും ഇങ്ങനത്തെ പ്രൊജക്റ്റുകളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതൽ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം ജനറലി ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഗിറ്റബിൽ ചെയ്ത് ഉണ്ടാക്കിയിടും. അപ്പം പക്ഷേ ഈ ഗിറ്റബ് പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ വെർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഒരു വൺ ടൈമിൽ കൊണ്ടിട്ടിട്ട് പിന്നെ അങ്ങനെ പോയ ആൾക്കാരാണോ അതോ ഇതിൽ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയിട്ട് കോൺസ്റ്റന്റ്ലി റിഫൈൻമെൻ്റ് ഒക്കെ ചെയ്ത് ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഈ പറയുന്ന പോലത്തെ ലിങ്ക്ഡിൻ അങ്ങനത്തെ സോഷ്യൽ പ്രൊഫൈൽസ്, എസ്പെഷ്യലി റെസ്യൂമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇവർ എന്തൊക്കെ തരത്തിലുള്ള നമ്മളെ ജോബുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ഫസ്റ്റ് ലെവൽ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രൈമറിലി റെസ്യൂമിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഇതുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ലിസ്റ്റ് എടുത്തുള്ളത്, നിങ്ങൾ ഈ റെസ്യൂമെ ആണല്ലോ പ്രൈമറിലി നമ്മളെല്ലാവരും തന്നെ പ്രൈമറി ഒരു മെത്തേഡായിട്ട് എടുക്കുന്നത്, ആൾക്കാരെ സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ റെസ്യൂമേൽ കണ്ടിട്ടുള്ള ഓഫായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വരുന്ന സമയത്താണ് അയ്യോ ഇത് വേണ്ട എന്ന് തോന്നാറുള്ളത്? തീരെ ഇൻഫർമേഷൻ ഇല്ലാത്ത റെസ്യൂമേസ് ആണെങ്കിൽ നമുക്ക് ആ റെസ്യൂമേ കണ്ടിട്ട് പ്രത്യേകിച്ചും ചെയ്യാൻ ഉണ്ടാവില്ല. തീരെ ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ റോളിന് ഇൻട്രസ്റ്റഡ് ആണെന്നോ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സോ അല്ലെങ്കിൽ ജസ്റ്റ് ബിടെക്കിൽ ചെയ്ത പ്രൊജക്റ്റ് പോലും മെൻഷൻ ചെയ്യാത്ത കുറേ റെസ്യൂമേസ് കണ്ടിട്ടുണ്ട്. അതപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിജക്റ്റ് ചെയ്യും. പിന്നെ ഇമെയിൽ അയക്കുമ്പം ഒരു സബ്ജക്റ്റ് ലൈനോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ മെസ്സേജ് ഒന്നും ഇടാതെ ജസ്റ്റ് ഇമെയിൽസ് അയച്ച് റെസ്യൂമേ മാത്രം അറ്റാച്ച് ചെയ്ത് അയക്കുന്ന പ്രൊഫൈൽസും നമ്മളങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. നമ്മളൊരു ഇൻ്റർവ്യൂവറിനെ ആദ്യം തന്നെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു സബ്ജക്റ്റ് ലൈനും ആ ഒരു ഇമെയിൽ മെസ്സേജും ആണ്. അപ്പോൾ അതുപോലും ആ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യാത്ത ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ നോർമലി അവിടെ പ്രിഫർ ചെയ്യാറില്ല. അതായത് ബേസിക് എറ്റിക്വറ്റ്സ് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ജനറലി നമ്മളൊരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഈവൻ ഈ ഫ്രഷേഴ്സ് ആണെങ്കിലും ഇപ്പം ബിടെക് ഒക്കെ കഴിഞ്ഞ് വരിക ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ ഈവൻ എനി ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ബേസിക്കായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേസിക് എറ്റിക്വറ്റ്സ് ആണ്. അതായത് ഒരു മെയിൽ അയക്കുന്ന സമയത്ത് അതിന് സബ്ജക്റ്റ് ലൈൻ വേണം, അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റ് ബ്രീഫായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അവർ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ബേസിക്കായിട്ട് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ സീനിയർ പ്രൊഫൈൽസ് നോക്കുമ്പം ഇപ്പം ഋഷി പറഞ്ഞ പോലെ ഗിറ്റ് ഹബ് നമ്മൾ നോക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് നോളജ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ എഞ്ചിനീയറിംഗ് ടൈപ്പ് റോൾസ് അല്ലെങ്കിൽ ടെക്നോളജി ടൈപ്പ് റോൾസിന് നമ്മൾ കൂടുതൽ നോക്കുന്നത് ഇവരുടെ സ്കിൽ സെറ്റ്സും ഇവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ജോബാണ്. ഇപ്പോൾ അവർക്ക് പഠിക്കാനും ഗ്രോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എന്തൊരു സിറ്റുവേഷനിലാണെങ്കിലും അവരത് ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ അങ്ങനത്തെ ന്യൂ ടെക്നോളജീസിനോട് എത്ര താല്പര്യമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാറ്. പിന്നെ ആക്ച്വലി ഇപ്പോൾ എലീസ ഇത് പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അതായത് നമ്മളും ഹയർ ചെയ്യുന്ന സമയത്ത് റാദർ ദാൻ നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം തരുന്നുണ്ടോ എന്നുള്ളത് അല്ല നമ്മൾ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ അവരുടെ സ്കില്ലും അല്ലെങ്കിൽ അവർ എത്രത്തോളം ട്രെയിനബിൾ ആണ് എന്നുള്ള കാര്യങ്ങളുമാണ് കൂടുതൽ നമ്മൾ നോക്കാറുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് കമ്പനീസ്, അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന അതേ പ്രോസസ്സുകളായിക്കോളണം എന്നില്ല വേറൊരു കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ അണ്ടർഹുഡിലുള്ള ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നമുക്ക് 1 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഒരു ചാലഞ്ചാണ്. ഒരു ചാലഞ്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, അവരത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു, നമ്മളത് റിവ്യൂ ചെയ്യുന്നു, റിവ്യൂ ചെയ്തിട്ട് ആണ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം സിമിലർ ഡിഫറെൻറ്റ് കമ്പനീസിൽ അത് ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ചെയ്യാറ്. ചിലപ്പം ഡയറക്റ്റ്ലി അവർ ഓഫീസിൽ വന്നിട്ട് ഓൺ ദി സ്പോട്ട് കൊടുക്കുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഓൺലൈൻ തന്നെ അപ്പം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഡിഫറെന്റ് ടൈപ്പ് കമ്പനീസിന് അവരുടെ ഓൺ ഇന്റർവ്യൂ പ്രോസസ്സസ് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ചില ഇന്റർവ്യൂകൾ, അതായത് ഗൂഗിൾ പോലെ ഫാൻ കമ്പനീസിൽ ജനറലി പറയാറുള്ളത് ഇനീഷ്യൽ റൗണ്ട് ഓഫ് സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് ബോർഡ് ഇന്റർവ്യൂസ് നടക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് അവരെ ഒരു 1 hour ഇന്റർവ്യൂവിന് വിളിച്ചതിന് ശേഷം അവർക്ക് ഒരു മേജർ കോഡിങ് ചലഞ്ച് കൊടുക്കുമ്പോൾ ഈ കോഡ് അവർ
ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ല, വൈറ്റ് ബോർഡിൽ കോഡ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ജനറലി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ആക്ച്വലി വൈറ്റ് ബോർഡ് ഇൻ്റർവ്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊരു റൈറ്റ് സാധനം അല്ലാതുള്ള, ഇപ്പോൾ റൂബി ഓൺ ദ റെയിൽസിൻ്റെ ഫൗണ്ടറൊക്കെ പണ്ട് ട്വിറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി റൂബി ഓൺ ദ റെയിൽസ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്ത ആളാണ്. പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു ബേസിക് ബബിൾസ് തൊട്ട് ഒരു വൈറ്റ് ബോർഡ് ഇൻ്റർവ്യൂവിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എഴുതാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുമായിട്ട് കുറച്ചും കൂടെ അലൈൻഡ് ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് ഇതാക്കിയത്. ഒബ്വിയസ്ലി ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂവിനകത്ത് ചെറിയ ബേസിക് ക്വസ്റ്റ്യൻസ്, അതായത് അവർക്ക് ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്, അവർ ഇതാക്കാറുണ്ട്. പക്ഷേ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂഷ്വലി ടേക്ക് ഹോം ചലഞ്ച് ആയിട്ടാണ് കൊടുക്കാറ്. അതായത് അവരുടെ അടുത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം നിങ്ങൾ പോയി എടുത്തിട്ട് നിങ്ങൾ എസ്റ്റിമേറ്റ് എത്ര സമയം വേണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോ, ആ സമയമാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എന്താണ്, ഇവിടെ നമ്മൾ ഹയർ ചെയ്ത് ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എവിടെയും നോക്കാതെ ആരും കാണാതെ പരീക്ഷയ്ക്ക് എക്സാം എഴുതുന്ന പോലെ ഇരുന്നിട്ടല്ലല്ലോ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി മാക്സിമം സാധനങ്ങൾ റെഫർ ചെയ്ത് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്ത് ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ടൊക്കെയാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ അവർ നമ്മൾ ഇത്ര സമയം കൊണ്ട് ചെയ്യണമെന്ന് പറയില്ല, അവരിങ്ങോട്ട് പറയുകയാണ് ഞാൻ ഇത്ര സമയം എടുത്തിട്ട് ഇത് ചെയ്യാമെന്ന് പറയുന്നത്. അതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സ്കില്ലാണ്. അതായത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് സിമിലർ ആയിക്കൊള്ളുന്നില്ല. അതായത് ഞാൻ എടുക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ ലിസ സെയിം സാധനം എടുക്കുക എന്ന് കരുതി ഞാൻ ലിസേനെക്കാട്ടും ബെറ്റർ ആണെന്നോ അല്ലെങ്കിൽ ലിസേനെക്കാട്ടും ബെറ്റർ ആണെന്നോ അർത്ഥമില്ല. അതിൻ്റെ ഔട്ട്പുട്ടിനാണല്ലോ നോക്കുന്നത്. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം ഈ സിറ്റുവേഷനിലൊക്കെ ഇന്ന ജോബ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത്ര സമയം വേണം എന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആ സമയത്തിനുള്ളിൽ ആ കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മെയിൻ സംഭവം. അതുപോലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് പാടില്ല. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു ബട്ടൺ ഇടുക എന്നുള്ളതാണ് ടാസ്ക്, എനിക്കതിന് ഒരു മാസം സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺറിയലിസ്റ്റിക് ആണ്, കോമൺ സെൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക കൂടി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനത്തെ ചലഞ്ച് കൊടുക്കുന്നത് എന്നുള്ള. ആൻഡ് ആക്ച്വലി നമ്മൾ ഇപ്പം ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിൽ ആ ഒരു ചലഞ്ച് എങ്ങനെയാണ് ചെയ്തത്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം അവരുടെ നോളജും നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഇപ്പം വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഡയറക്ട്ലി ഓഫീസിൽ വന്നിട്ട് ഒരു കോഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതെ അതെ അതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ലൈക്ക് വർക്ക് ലൈക്ക് ഇവാലുവേഷൻ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിലും ഇന്റർവ്യൂ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് ആൾക്കാർ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ലിസ ഇങ്ങനത്തെ ലൈക്ക് കാൻഡിഡേറ്റ്സിനെ ആയിട്ട് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തോ അവിടെ എന്തെങ്കിലും ഗ്യാപ്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? ലൈക്ക് ഗ്യാപ്സ് മെയിൻലി ഫീൽ ചെയ്തേക്കുന്നത് ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. ദാറ്റ് ഈസ് സ്കിൽ സെറ്റ്സ് ഉണ്ട്, ഗ്രോ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ചിലപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമല്ലായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടാണ് മെയിൻലി ഫീൽ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു റോളിനെ കുറിച്ചോ തീരെ നോളജ് ഇല്ലാതെ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മളപ്പം സ്ക്രീനിങ് ടൈമിൽ തന്നെ നമ്മൾ നോർമലി അത് കണ്ടുപിടിച്ച് നമ്മൾ ഇതർ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോൾസ് ഉണ്ടെങ്കിൽ അതിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഇത് ചെയ്യാൻ. ദാറ്റ് ഈസ് അവർക്ക് നോളജ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുപോലെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആക്ച്വലി കുറേ ടെക്നിക്കൽ റൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഗോ ഹെഡ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ അത് ആക്ച്വലി കൾച്ചറൽ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ കൾച്ചറൽ ഫിറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അപ്പോൾ എന്തൊക്കെയാണ് ലിസ ശ്രദ്ധിക്കാറുള്ളത്? കൾച്ചറൽ ഫിറ്റ് ആക്ച്വലി സ്പെഷ്യലി എൻട്രി പോലത്തെ ഒരു ഗ്രോയിങ് സ്റ്റാർട്ടപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഡിഫറെൻറ്റ് കമ്പനീസ് വർക്ക് ഡിഫറെൻ്റ്ലി. അപ്പം എൻട്രി വർക്ക് ചെയ്യുന്ന പോലെ അല്ലായിരിക്കും ഇപ്പം വേറൊരു MNCയോ അല്ലെങ്കിൽ വേറൊരു സ്റ്റാർട്ടപ്പ് തന്നെ വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് അലൈനായിട്ട് നമ്മുടെ ടീമിന് അലൈനായിട്ട് കംഫർട്ടബിളി ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടീം മെമ്പേഴ്സിനെ ഹയർ ചെയ്യുകയാണ് നമ്മുടെ ആസ് എൻ HR ടീം നമ്മുടെ എയിം. ബിക്കോസ് ഇപ്പം നമുക്ക് കൾച്ചറലി ഫിറ്റ് അല്ലെങ്കിൽ ടീമിന് ഫിറ്റ് അല്ലാത്ത ഒരു ടീം മെമ്പർ വന്നാൽ ആ ഒരു ടീമിൻ്റെ മൊറാലും പോവും, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കംഫർട്ടബിൾ ആവില്ല. അപ്പം നമ്മുടെ ടീമിന് എത്രത്തോളം കംഫർട്ടബിളി വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പുതിയ ഹയറിന് എക്സിസ്റ്റിംഗ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ലൈക്കിനോ അവരെയും
ഐ മീൻ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം നന്നായി വർക്ക് ചെയ്യാൻ പറ്റും, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് അതാണ് കൾച്ചറൽ ഫിറ്റ്. ലൈക്ക് നമുക്ക് പറ്റുന്ന ഒരാളെ വേണമല്ലോ നമ്മൾ എടുക്കാൻ. അപ്പം അതാണ് ആ ഒരു ഇതിലാണ് നമ്മൾ മെയിൻലി നോക്കാറ്, കൾച്ചറൽ ഫിറ്റ് നോക്കുക. എനിക്ക് തോന്നുന്നു അതായത് ആ ഇവാലുവേഷനിലൂടെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തില്ല എന്നുള്ളതിന്റെ അർത്ഥം അയാൾ ഒരു മോശം കാൻഡിഡേറ്റ് ആണെന്നല്ല. നമ്മൾ രണ്ടുപേരും അതായത് എൻട്രി ആസ് എ കമ്പനി ആൻഡ് ദിസ് കാൻഡിഡേറ്റ് ഒരു കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് ഒരു റൈറ്റ് ഫിറ്റ് അല്ല എന്നുള്ളത് മാത്രമാണ്. അതെ അതെ അതെ. ഓക്കെ. ഇപ്പം നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ജനറലി എൻ്റയർ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഐഡിയൽ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് ലിസ എക്സ്പെക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് കാര്യങ്ങൾ? ഇപ്പം എല്ലാ കാൻഡിഡേറ്റ്സും സെയിം അല്ല. ഇപ്പം ഞാൻ ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പെർട്ടിക്കുലർ വ്യൂവിൽ മാത്രം ആൻസർ ചെയ്താൽ റൈറ്റ് ആവില്ല. ബിക്കോസ് ഈച്ച് കാൻഡിഡേറ്റിൻ്റെ അടുത്തുനിന്ന് നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പക്ഷെ ഐഡിയലി നമ്മൾ നോക്കേണ്ട ആ ഒരു റോളിനോട് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ്, ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എത്രത്തോളം താല്പര്യമുണ്ട്, ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ആൾക്ക് എത്രത്തോളം ലൈക്ക് ആളുടെ സ്കിൽ സെറ്റ്സും ആളുടെ കരിയർ ഗ്രോ ചെയ്യാൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതെല്ലാം മാച്ച് ആയാൽ മാത്രമേ ആ ഒരു കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയാം. ബിക്കോസ് as we grow they should also grow. അപ്പം it's not a one side growth മാത്രമല്ല നമ്മൾ അവിടെ നോക്കേണ്ടത്, രണ്ടുപേർക്കും ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പല കാൻഡിഡേറ്റ്സും പല രീതിയിലായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. സോ ഇറ്റ്സ് ബേസിക്കലി ഗ്രോ ചെയ്യാനും പഠിക്കാനും വളരാനും ആഗ്രഹമുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് എങ്ങനെയായാലും വി കെൻ ഹെൽപ്പ് ദം കം അപ്പ് ഇൻ ദിയർ കരിയേഴ്സ്. ഞങ്ങൾ ആക്ച്വലി ടീമിൽ പറയുന്ന ഒരു ജനറൽ ഇതുണ്ട്, അത് നമ്മളെ മാത്രം സ്പെഷ്യൽ കേസ് ഒന്നുമല്ല, ജനറലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോ ഹയർ ചെയ്യുന്ന സമയത്തും നമ്മളെ ടീമിൻ്റെ ആവറേജ് സ്കിൽ സെറ്റ് മേലോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് പുതിയൊരാൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ആവറേജ് മേലോട്ട് പോകണം. അപ്പോൾ ഈവൻ ഇഫ് നമ്മൾ ഒരു ഫ്രഷറിനെയാണ് ഹയർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ ആവറേജ് സ്കിൽ സെറ്റ് ഫ്രഷർ വന്നു എന്നുള്ളതുകൊണ്ട് ഇച്ചിരി താഴോട്ട് പോകുക എന്നുള്ളതല്ല. അവർക്ക് മേ ബി ഒരു ടെക്നിക്കലി ഒക്കെ പുതിയ ആൾക്കാരായിരിക്കും, പുതിയ കാര്യങ്ങൾ അറിയില്ലായിരിക്കും, പക്ഷേ അവർ മേ ബി ഒരു പുതിയൊരു കാര്യം ടീമിൽ വേറെ ആരും ചെയ്യാത്തൊരു സാധനം കൊണ്ടുവരുന്ന ആൾക്കാർ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയാണ്. ചിലപ്പം നമുക്ക് തന്നെ ഹിസ്റ്ററീസ് ഉണ്ട്, അതായത് ഡയറക്ട്ലി സ്ട്രേറ്റ് ഔട്ട് ഓഫ് കോളേജ് വന്നിട്ട് ഇവിടെ മാനേജീരിയൽ റോളിലേക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അടിപൊളി സാധനമായിട്ട് തന്നെയാണ് ഇത് എനിക്ക് തോന്നിയത്. എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ചിലപ്പം ഈ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി കിട്ടുന്ന എല്ലാം നോക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമുക്കും കൂടെ റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാൻഡിഡേറ്റ്സും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് തോന്നും. എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് ചില കാൻഡിഡേറ്റ്സ് ആക്ച്വലി അവരുടെ നമ്മളെ കമ്പനീനെ പറ്റി അവർക്ക് എന്താ അറിയുക എന്നറിയാം. ഇപ്പം ഞാൻ ഹയർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, അപ്പം നമ്മൾ പ്രോസസ്സൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എൻട്രിനെ പറ്റി എന്താ അറിയുന്നത്, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ അറിയില്ല, എനിക്ക് ലിങ്ക്ഡിനിൽ ഇങ്ങോട്ട് വന്ന ഇതാണ്, HR ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് കമ്പനിയെ പറ്റി ഒന്നും അറിയില്ല. അപ്പം HR ചിലപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ നൗക്കരിയിൽ നിന്ന് വേറെ തേർഡ് പാർട്ടി ആളുകൾ സോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഏത് ഏരിയയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സ്, അതിലേക്ക് എങ്ങനെയാണ് മീനിങ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സും ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എനിവേ ഇതൊരു ലൈക്ക് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി അല്ല, പക്ഷെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്ലി അഫെയർ ആണ് ഈ എൻ്റയർ ഹയറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് മാത്രമല്ല അവർക്കും, അതായത് ഒരു മെൻ്റൽ ടോൾ എടുക്കുന്ന കാര്യമാണ്, എഫേർട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇത്രയും കടമ്പകളൊക്കെ കടന്നിട്ട് റോളിലെത്തിയിട്ട് അത് ഒരു റൈറ്റ് ഫിറ്റ് അല്ലായിരുന്നു എന്ന് തോന്നുന്നത് മ്യൂച്വലി രണ്ടുപേർക്കും ഒരു വിഷമുള്ള കാര്യം. പിന്നെ ഓഫ് കോഴ്സ് അതെ, നമുക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാ റൗണ്ട്സും കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ടീം മെമ്പറിനോട് ലൈക്ക് ഒരു നോ എന്ന് പറയുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ലിസ, നമുക്കൊരു ക്ലോസിംഗ് റിമാർക്ക് എന്നുള്ള നിലയ്ക്ക്, ഇപ്പം മിക്കവാറും നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്നത് പുതുതായിട്ട് ഒരു എഞ്ചിനീയറിംഗ് റോൾ ഒക്കെ ആസ്പയർ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് ലിസയ്ക്ക് ഒരു ക്ലോസിംഗ് റിമാർക്ക് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുക ഇവരുടെ റെസ്യൂമേ ആണല്ലോ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇംപ്രഷൻ കാൻഡിഡേറ്റിനെ കുറിച്ച്. അപ്പോൾ അവരുടെ റെസ്യൂമേ എത്രത്തോളം അവരുടെ സ്കിൽസ് ആയിട്ട് അലൈൻഡ് ആണ് ആൻഡ് എത്രത്തോളം ആവശ്യമുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഇനീഷ്യൽ സ്ക്രീനിങ് എപ്പോഴും റെസ്യൂമേ സ്ക്രീനിങ് ആയിരിക്കും. അപ്പം റെസ്യൂമേ എത്രത്തോളം നമ്മൾ എക്യുപ്ഡ് ആക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ സ്കിൽ സെറ്റ്സ്, നമ്മുടെ എല്ലാം നോളജ്, നമ്മുടെ ഗ്രോ ചെയ്യാനുള്ള ലൈക്ക് വേ വി സി ആർ സെൽഫ്, അതെല്ലാം നമുക്ക് ആ റെസ്യൂമേന്ന് കിട്ടണം. ആൻഡ് ഒരു കമ്പനിയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആ ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന രീതി, ദാറ്റ് ഈസ് ഒരു ഇമെയിൽ ആണെങ്കിലും ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോപ്പർ സബ്ജക്റ്റ് ലൈൻ, ഒരു പ്രോപ്പർ മെസ്സേജ് ഒക്കെ ആയിട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും അത്. പിന്നെയുള്ളത് ഞങ്ങൾ കുറേ തവണ കണ്ടിട്ടുണ്ട് ഒരു കാൻഡിഡേറ്റ്
പല റോൾസിനും സെയിം റെസ്യൂമെയിൽ അപ്ലൈ ചെയ്യുന്നു. അതും ആക്ച്വലി ഒരു റെഡ് ഫ്ലാഗ് ആണ്. വി വുഡ് സജസ്റ്റ് ഏത് പൊസിഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിനായിട്ട് നമ്മുടെ റെസ്യൂമെ കുറച്ചൊന്ന് ട്വർക്ക് ചെയ്യണം, കുറച്ചൊന്ന് നമ്മുടെ സ്കിൽ സെറ്റ് ഉള്ളത് തന്നെ ഇടണം. വി ഷുഡൻറ്റ് പുട്ട് തിങ്സ് ദാറ്റ് ആർ നോട്ട് റെലവെൻറ്റ്, ബട്ട് അതിനായിട്ട് നമ്മുടെ റെസ്യൂമെ കുറച്ചൊന്ന് ട്വർക്ക് ചെയ്യണം. അതായത് ഇപ്പം എനിക്ക് ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും സ്കിൽ സെറ്റ് ഉണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ബാക്ക് എൻഡ് റോളിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ ബാക്ക് എൻഡ് എൻ്റെ സ്കിൽസ് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ഇതാക്കുക എന്നുള്ളത്. അതെ എക്സാക്ട്ലി. അപ്പം ദീസ് ആർ സം ഓഫ് ദ ബേസിക് തിങ്സ് നമ്മൾ നോക്കേണ്ടത് ഒരു റോളിന് അപ്ലൈ ചെയ്യുമ്പം. ആൻഡ് ദീസ് ആർ സം ഓഫ് ദ ബേസിക് തിങ്സ് നമ്മൾ മെയിനായിട്ട് നോക്കണേ ഒരു കാൻഡിഡേറ്റ്, ഐ മീൻ ഒരു ഫ്രഷറോ അല്ലെങ്കിൽ ഒരു ആസ്പയറിങ് എഞ്ചിനീയർ എൻട്രിയിലോട്ട് അപ്ലൈ ചെയ്യും. ദെൻ ദ റെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ അവരുടെ സ്കിൽ സെറ്റ്സും എത്രത്തോളം അവർക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അത് വെച്ചിട്ടാണ് മുന്നോട്ട് നമ്മൾ നോക്കുക. സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. എനിക്കും തോന്നിയിരിക്കുന്നത് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആക്ച്വലി എന്താണ് ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ റോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളിൽ ആക്ച്വലി എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒബ്വിയസ്ലി ഡെസ്പറേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതിനെക്കാട്ടിലും ആ ജോലിയിലൂടെ നമുക്ക് ആക്ച്വലി ആ റോളിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമല്ല, ആ റോളിൽ നമ്മൾ എത്തുന്നതുകൊണ്ട് നമ്മളുടെ കരിയറിലും നമ്മളുടെ ലൈഫിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രസ് ഉണ്ടാവുമോ എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എപ്പോഴും ഒരു റോളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഷോർട്ട് ടേം സ്വിച്ചുകൾ ചെയ്യാതെ മേ ബി ഒരു 2 to 3 years ആ റോളിൽ വർക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു റോള് ഡബിൾ ഡൗൺ ചെയ്തിട്ട്, അതിപ്പം ഇപ്പം എൻട്രിയിൽ മാത്രമല്ല ഏത് റോളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അങ്ങനെ അതൊരു മീനിങ് ഫുൾ ടൈമാണ് തോന്നുന്നത് 2 to 3 years മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ആക്ച്വലി നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റോളൊക്കെ ആയിട്ട് കൂടുതലൊന്ന് സമരസപ്പെട്ടതിന് ശേഷം ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് നമ്മുടെ കരിയറിൽ തന്നെ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ്ട് അത്ര സമയം വേണ്ടി വരും എനിക്ക് തോന്നി. അപ്പൊ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നുന്ന റോളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.